നമസ്കാരം. സർവർക്കും വളരെ പ്രിയങ്കരമായ ഒന്നാണ് ക്രിസ്മസ്. ഈ ലോകത്തിൽ മറ്റാരുടെയെങ്കിലും പിറവി ഇത്രമാത്രം ഭംഗിയായി ആഘോഷിക്കാറുണ്ടോ? നിറഞ്ഞ പ്രതീക്ഷയുടെ രാവാണ് ക്രിസ്മസ്. സമാധാനത്തിന്റെ ആശംസയാണ് ക്രിസ്മസ്. ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെയും താഴെ ഭൂമിയിൽ വിരുന്നുണ്ണാൻ വരുന്ന സുഹൃതങ്ങൾ പൂക്കുന്ന പുണ്യകാലമാണ് ക്രിസ്മസ്. നനുത്ത പ്രഭാതങ്ങളും ഇലത്തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുകണങ്ങളും മേഘത്തുണ്ടുകൾ പോലെ പെയ്തിറങ്ങുന്ന വെൺമഞ്ഞു കണങ്ങളുമായി പ്രകൃതി ഒരുക്കുന്ന ക്രിസ്മസ് വിരുന്നിനൊപ്പം പാതിരാ കുർബാനയും കത്തിച്ച മെഴുകുതിരിയോടെയുള്ള പള്ളിപ്രദക്ഷിണങ്ങളും ആട്ടിൻപറ്റങ്ങളും ഇടയച്ചെറുക്കന്മാരും ജ്ഞാനികളും തിരുക്കുടുംബവും ഒരുമിച്ച് ധന്യമാക്കുന്ന പുൽക്കൂടുകളും വൈവിധ്യമേർന്ന നക്ഷത്ര ദീപങ്ങളുമായി ഒരു വല്ലാത്ത ആത്മീയ വിരുന്നു തന്നെ ക്രിസ്മസ് പ്രദാനം ചെയ്യുന്നു. പുൽക്കൂടിനു മുമ്പിൽ അജ്ഞതകൾ ഏറ്റുപറഞ്ഞ് തുറവി നിറഞ്ഞ ഹൃദയത്തോടെ മിഴികൾ പൂട്ടി ധ്യാനനിരതരാകുമ്പോൾ പുറമോടികൾക്കപ്പുറം ആഴമായ ഒരു ആത്മീയ സാന്ദ്രതയിലേക്ക് ക്രിസ്മസ് നമ്മെ ആനയിക്കും. ഉള്ളിലെ നികൃഷ്ട ഭാവങ്ങളെല്ലാം അലിഞ്ഞില്ലാതായി ശ്രേഷ്ഠമായ നിഷ്കളങ്കതയുടെ തലത്തിലേക്ക്, വളർച്ചയുടെ സങ്കീർണമായ പ്രക്രിയയിൽ കൈമോശം വന്ന ആദ്യ നൈർമല്യത്തിലേക്ക് ഹൃദയം ഉയരുന്ന അനുഭവം ക്രിസ്മസ് പകർന്നു നൽകും. ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വിശുദ്ധമായ പാഠം സ്വയം ശൂന്യവൽക്കരിക്കലാണ്. ലളിതമായ ഭാഷയിൽ ശൂന്യവൽക്കരണം എന്നാൽ സ്വയം എളിമപ്പെടുത്തുക, സ്വയം താഴുക എന്നർത്ഥം. ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ ദൈവശാസ്ത്രപരമായി ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ശൂന്യവൽക്കരണം. നിത്യതയിൽ നിന്ന് ക്രിസ്തു ചരിത്രത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ ഭാഗമായി കടന്നു വന്നത് നശ്വരരായ മനുഷ്യരെ നിത്യതയുടെ അനുഭവത്തിലേക്ക് ആനയിക്കാനായിരുന്നു. സ്വയം കത്തിയെരിഞ്ഞ് ഇരുളിനെ അകറ്റുന്ന സൂര്യൻ, പ്രതിഫലേച്ച കൂടാതെ നിലാവ് പൊഴിക്കുന്ന ചന്ദ്രൻ, കടക്കൽ കോടാലി വെക്കുന്നവനും തണൽ നൽകുന്ന വൃക്ഷം, എറുത്തെടുക്കുന്നവനും സൗരഭ്യം പകരുന്ന പൂക്കൾ, ശേഖരിച്ച തേൻതുടങ്ങൾ കരിവണ്ടിന് നൽകുന്ന പൂക്കൾ. എവിടെ തിരിഞ്ഞാലും സ്വയം ശൂന്യവൽക്കരണത്തിന്റെ പാഠങ്ങൾ മാത്രം. ഒരു പൂവും തന്റെ സുഗന്ധം സ്വയം അനുഭവിക്കാറില്ല. ഒരു വൃക്ഷവും തന്റെ കായ്കനികൾ സ്വയം ഭക്ഷിക്കാറില്ല. ഒരു മരവും തന്റെ തണൽ തനിക്കായി മാറ്റിവെക്കുന്നില്ല. ഒരു മൃഗവും തന്റെ പാൽ സ്വയം കുടിക്കാറില്ല. സ്വയം ഇല്ലാതാകുന്നതിന്റെ ഉദാത്ത പാഠങ്ങളാൽ സമൃദ്ധമായ മഹാരഹസ്യങ്ങളുടെ വിശുദ്ധ പുസ്തകമായ പ്രപഞ്ചത്തിന്റെ ഭാഗമായി ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ സ്വീകരിച്ചത് പ്രകൃതിയുടെ അടിസ്ഥാന ഭാവമായ സ്വയം ശൂന്യവൽക്കരണമാണ്. രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള വഴി ശൂന്യവൽക്കരണത്തിൻ്റെതാണെന്ന് ക്രിസ്തു സ്വജീവിതം വഴി നമ്മെ കാണിച്ചു തന്നു. ഓ ഹെൻറിയുടെ മനോഹരമായ ഒരു കഥയുണ്ട്, ക്രിസ്മസ് സമ്മാനം എന്ന പേരിൽ. പരസ്പര സ്നേഹത്തിന്റെ തീവ്രതയിൽ ജീവിക്കുന്ന ദമ്പതിമാരായിരുന്നു ഡെല്ലയും ജിമ്മും. ദാരിദ്ര്യം കൽപ്പിച്ചു നൽകിയ പരിമിതികളിൽ വന്നണഞ്ഞ ക്രിസ്മസ് നാളിൽ ഡെല്ല തന്റെ ഇടതൂർന്ന നീണ്ട തലമുടി മുറിച്ചു വിറ്റ് പണം നൽകി പഴകി ദ്രവിച്ച വാച്ചിന്റെ സ്ട്രാപ്പിന് പകരം ജിമ്മിനായി പുതിയ ഒരു വാച്ചിന്റെ സ്ട്രാപ്പ് വാങ്ങി. ജിം ആകട്ടെ തന്റെ പ്രാണപ്രിയയുടെ മനോഹരമായ മുടിക്കിണങ്ങിയ ഒരു ക്ലിപ്പ് വാങ്ങാൻ തന്റെ വാച്ച് വിറ്റു. ലളിതമാണ് ക്രിസ്മസ് പാഠങ്ങൾ. സ്വയം ശൂന്യവൽക്കരിക്കപ്പെടേണ്ട ആവശ്യകതയാണ് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നത്. സത്രത്തിൽ ഇടം കിട്ടാതെ വന്ന മറിയവും യോസേപ്പും ഒരു പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിന് ജന്മം നൽകുന്നു. ബേത്ലഹേമിലെ പുൽക്കൂട്ടിലെ ദിവ്യജനനം അങ്ങനെ സർവ്വജനത്തിന്റെയും രക്ഷയായി മാറ്റപ്പെടുന്നു. ബേത്ലഹം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ വീട് എന്നാണ്. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് വൈക്കോലിലാണ് യേശുവിന്റെ മാതാപിതാക്കൾ യേശുവിനെ കിടത്തിയത്. വൈക്കോൽ അവന്റെ പിറവിക്ക് കാവൽ നിന്ന കന്നുകാലികളുടെ ഒക്കെ അന്നത്തൊട്ടിയാണ്. പിന്നീട് യേശു തന്നെ വെളിപ്പെടുത്തിയത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം എന്നാണ്. വിശുദ്ധ കുർബാനയായി നമ്മളിൽ കുടികൊള്ളുന്ന രക്ഷകനായ ക്രിസ്തുവിന്റെ അനുഗ്രഹത്തോടെ ജീവിത വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുമ്പോൾ ആട്ടിടയന്മാരെ പോലെ ആദ്യം യേശുവിനെ കണ്ടെത്താൻ, കാണുവാൻ, വണങ്ങുവാൻ ഹൃദയവിശുദ്ധിയോടെയും എളിമയോടെയും കത്തിജ്വലിക്കുന്ന സ്നേഹത്തോടെയും അവിടുത്തെ അന്വേഷിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. ഒരു രാവിൽ യേശുവിനെതിരായി സത്രങ്ങൾ കൊട്ടിയടയ്ക്കപ്പെട്ട ഓർമ്മ കൂടിയാണ് ക്രിസ്തുമസ്. നിറവയറുള്ള ഒരു സ്ത്രീയും അവളുടെ തൊഴിലാളി ഭർത്താവും സത്രങ്ങളൊക്കെ മുട്ടി നോക്കുന്നു. അവരൊന്ന് പുറത്തേക്ക് നോക്കി. കന്നുകാലിത്തൊഴുത്ത് അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഇടമായി മാറിയത്. ആ ഇടത്തിൽ സന്ധിക്കുന്നതാകട്ടെ ഇടയന്മാരും മാലാഖമാരും ജ്ഞാനികളും. മറിയവും യോസേപ്പും ഉണ്ണിയേശുവും സ്വാഗതം ചെയ്തത് സർവരെയുമാണ്. 2000 വർഷം പഴക്കമുള്ള ക്രിസ്തുബോധം ആവശ്യപ്പെടുന്നതും ഈ നന്മയും സന്തോഷവും സ്വാഗതവും പറഞ്ഞു തരാനാണ്.
അടഞ്ഞ സത്രവും തുറന്ന തൊഴുത്തും പറഞ്ഞു തരുന്നത് ആതിഥ്യ മര്യാദയാണ്. ഏവരെയും സ്നേഹിക്കുന്ന, സ്വീകരിക്കുന്ന ക്രിസ്തു നമ്മിൽ ജീവിക്കണമെന്ന്. ഒരു പുഞ്ചിരി, ഒരു കൂപ്പുകൈ, ഒരു നേരം ഭക്ഷണം നൽകുന്ന പുൽക്കൂട്ടിൽ വിരിഞ്ഞ ലോകവിശാലതയിലേക്കും നമുക്കും വളർന്നുയരണം. കാലിത്തൊഴുത്തിലെ പുൽക്കൂട് നൽകുന്ന 5 പ്രധാന കാര്യങ്ങളുണ്ട്. അത് യേശു പറഞ്ഞതാണ്. വന്നു കാണുക, വന്നു പഠിക്കുക, വന്നു ചെയ്യുക, വന്നു വിശ്രമിക്കുക, വന്നു ഭക്ഷിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങൾ. വന്നു കാണുക എന്നത് ഒന്നാമത്തേതാണ്. കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹം കൊണ്ട് നാം നിറയുക എന്നതാണ് അർത്ഥമാക്കുക. അത് വളരെ മുഖ്യമാണ്. വന്നു പഠിക്കുക എന്നത് രണ്ടാമത്തേതാണ്. WWJD നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പദമാണ്. വാട്ട് വുഡ് ജീസസ് ഡു? ഓരോ അവസരത്തിലും യേശു എന്താകും ചെയ്യുക, അത് ചെയ്യുക എന്ന ഒരു ധ്വനിയാണ് രണ്ടാമത്തേത്. അടിമുടി ദൈവത്തെ പിന്തുടരുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വന്നു വിശ്രമിക്കുക എന്നതിന്റെ മൂല്യം അറിയുക എന്നാൽ മനുഷ്യനായി അവതരിച്ച യേശുവിനെ ധ്യാനിക്കുക എന്നതാണ്. വന്നു ഭക്ഷിക്കുക എന്നതാണ് 5ാമത്തേത്. പ്രത്യേകിച്ച് യാതൊരു തൊഴിലുമില്ലാതിരുന്ന യേശു അടക്കമുള്ള 13 യുവാക്കൾ 3 വർഷം പാലസ്തീന പോലത്തെ ദരിദ്ര രാജ്യത്ത് മറ്റുള്ളവർ നൽകിയ ഭക്ഷണം മാത്രം കഴിച്ചു ജീവിച്ചു എന്നത് നമ്മെ അതിശയപ്പെടുത്തുന്ന വസ്തുതയാണ്. മറ്റുള്ളവന്റെ വിശപ്പ് ശമിപ്പിക്കാൻ ക്രിസ്തുമസ് ബോധിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശയ്യായുടെ പ്രവചന ഗീതങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലാണ്. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ഇന്നിതാ ഈ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ ദിനം ക്രിസ്തുമസ്. രാജാക്കന്മാരുടെ രാജാവായ ഉണ്ണീശോയുടെ ജന്മദിനം. നേതാക്കന്മാരുടെ നേതാവും ഗുരുക്കന്മാരുടെ ഗുരുവുമായ രക്ഷകന്റെ പിറവി ദിനം. ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന പുണ്യദിനം. യജമാനൻ ദാസനായ വലിയ ദിനം. ആഘോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്തുമസ്. അതെ, സർവ്വജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത അറിയിച്ച ദൂതാണ് ക്രിസ്തുമസ്. സദ്വാർത്തയാണ് ക്രിസ്തുമസ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിനു ശേഷം വീണ്ടും ഒരു പുൽക്കൂട് ഒരുക്കി കുഞ്ഞുണ്ണീശോയെ കാത്തിരുന്നത് ആദ്യമായി ഫ്രാൻസിസ് അസീസിയാണ്. സർവശക്തൻ ബലഹീനനായതും പുൽക്കൂട്ടിൽ മഹാസമ്പന്നൻ പരമദരിദ്രനായതും പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ശിശുവായതും നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരമായാണ്. തെറ്റിൽ പെട്ടുപോയ ഓരോ മനുഷ്യനും വേണ്ടി പുൽക്കൂടോളം ദൈവം ചെറുതായി. ആ രക്ഷ ആദ്യമായി കണ്ട് ആനന്ദിച്ച് സ്വന്തമാക്കിയ ആട്ടിടയരും ജ്ഞാനികളായ പുണ്യരാജാക്കന്മാരും ചരിത്രമായി മാറി. മനുഷ്യനു വേണ്ടി മനുഷ്യനായി പിറന്ന ദൈവത്തെ സ്നേഹിക്കാൻ ഇടയന്മാരിൽ വിളങ്ങിയ കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹവും എളിമയും വിശുദ്ധിയും നമുക്കും ഹൃദയത്തിൽ നിറയ്ക്കാം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖ ദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരാനും സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. വഴിയോരങ്ങളിലെ കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങൾ, കുളിര് പെയ്യുന്ന ഹൃദ്യമായ പുലരികൾ ഡിസംബറിന്റെ മാത്രം സവിശേഷതയാണ്. സാന്താക്ലോസ് നാമധാരിയായി എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ പ്രത്യാശയുടെ വലിയ കവാടം എല്ലാവർക്കും തുറന്നു നൽകുന്നു. ദൈവത്തിന്റെ സമ്മാനമാണ് രക്ഷകനായ ഈശോ. നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു സമ്മാനമാകണം. നക്ഷത്രമാകാൻ കഴിഞ്ഞില്ലെങ്കിലും നക്ഷത്ര വെളിച്ചത്തെ ചങ്കിൽ ചേർത്ത് സൂക്ഷിക്കാനാകുന്നവരാകണം നാം ഓരോരുത്തരും. ക്രിസ്തുമസ് കേക്ക് സൗഹൃദത്തിന്റെ ഭാഷയാണ് നമ്മോട് സംസാരിക്കുന്നത്. ക്രിസ്മസിന്റെ രാവ് നൽകുന്ന സദ്വാർത്ത ലാളിത്യമാണ്. പുൽക്കൂട്ടിലെ കുഞ്ഞിപ്പൈതൽ പിറന്നു വീഴുന്ന പരിമിതികൾ അറിയുക. ആകാശത്തിലെ പറവകളെ പോലെ ആവശ്യമുള്ള ഒരു കതിർക്കുല മാത്രം കണ്ടെത്തുന്ന കുലീനതയുടെ വ്യക്തികളായി നമുക്ക് മാറണം. കുലീനമായി ചിന്തിക്കാം. ആവശ്യമുള്ള ഒരു കതിർക്കുല മാത്രം കണ്ടെത്തുവാൻ പരിശ്രമിക്കാം. ക്രിസ്മസിന്റെ പ്രധാന ആകർഷണം ക്രിസ്മസ് ട്രീ ആണ്. ഏതൊരു പാഴ്മരത്തെയും ക്രിസ്മസ് ട്രീ ആക്കാൻ ചെറിയൊരു ഭാവന മതിയാകും. അല്പം വർണ്ണക്കടലാസുകളും മറ്റും കൊണ്ട് വീട്ടുമുറ്റത്തെ ഏതു മരവും അലങ്കരിക്കപ്പെടുമ്പോൾ ലഭ്യമാകുന്ന മനോഹരമായ കാഴ്ച ജീവിതത്തെയും വർണ്ണാഭമാക്കുന്നു. കുറുകനെയും വിലങ്ങനെയും വെട്ടി ഇത്തിരി ഭേദപ്പെട്ട വിചാരത്തോടെ തൂക്കിയാൽ ജീവിത സങ്കല്പങ്ങൾ മാറ്റുവാൻ ആ ക്രിസ്മസ് ട്രീക്ക് കഴിയും. ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന പുണ്യദിനം
ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്ന സവിശേഷ ഓർമ്മയാണ് ഉണ്ണീശോയുടെ വളർത്തുപിതാവായ യോസേപ്പ് പിതാവ്. ക്രിസ്മസ് പഠിപ്പിക്കുന്നത് പരിമിതികളിൽ ജീവിക്കാനാണ്. കാലിഡോസ്കോപ്പ് കണ്ടിട്ടില്ലേ? 3 ചില്ലിൽ കൊച്ചു കൊച്ചു പൊട്ടുകൾ തീർക്കുന്ന വർണ്ണപ്രപഞ്ചം, ഒരു ചിത്രകാരനും വരയ്ക്കാനാകാത്ത മനോഹാരിത ഓരോ പ്രാവശ്യവും കണ്ണുകൾക്ക് വിസ്മയം തീർക്കുന്നു. പരാതികളില്ലാതെ പരിമിതികളിൽ സംതൃപ്തിയോടെ ജീവിക്കാം. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ നീളുന്ന ദാരിദ്ര്യം ക്രിസ്മസിന്റെ ബർത്ത്ഡേ ബേബിയിൽ നിന്നും വായിക്കാം. ഒരു പുതിയ ജീവിത രീതിയാണ് ബത്ലഹേം സമ്മാനിക്കുന്നത്. വചനം മാംസമായി പിറന്ന രാവ് ആഘോഷിക്കുന്നു. അത് വചനം മാംസമാകുന്നില്ലെന്നത് യാഥാർത്ഥ്യമായി മാറുന്നു. ക്ഷമ പഠിപ്പിക്കുന്ന ദൈവം ക്ഷമിക്കാനാകാതെ നാം, കാരുണ്യം മാത്രമായ യേശു കരുണയില്ലാത്ത പ്രകൃതമായി നാം. ഈ ക്രിസ്മസ് രാവിനെ സത്യമാക്കാൻ നമ്മുടെ വാക്കുകളെ മാംസമായി പിറവിയെടുക്കാൻ പ്രാർത്ഥിക്കാം. അപ്പമായവനെ അറിഞ്ഞ് ധ്യാനിക്കാം. ഉമ്മറങ്ങളിൽ ക്രിസ്മസ് വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. വൈകാതെ ക്രിസ്മസ് രാവ് വരുന്നു. ഓരോ നക്ഷത്ര വിളക്കം പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്കും സ്വാഗതമുണ്ട്. മാലാഖമാരാകാം, മനുഷ്യരാകാം, അലയുന്നവരാകാം, ദരിദ്രരാകാം. ഇവിടെ ക്രിസ്തുവിന്റെ കാൽച്ചുവട്ടിൽ നമുക്കും അഭയമുണ്ട്. ഹെറോദേസ് വധിച്ച അനേകം കുഞ്ഞുങ്ങളുടെ രക്തം വാർന്ന മണ്ണിലാണ് യേശു അതിജീവിച്ചത്. ബൈബിളിൽ കുഞ്ഞുങ്ങൾ കേന്ദ്രബിന്ദുവാണ്. ബൈബിളിന്റെ ഫോക്കസ് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ പോലെയാകാൻ പുൽക്കൂട്ടിലെ കുഞ്ഞ് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നു. മുതിർന്നവരുടെ എല്ലാ പ്രവൃത്തികളുടെയും നന്മയും പ്രത്യാഘാതവും കുഞ്ഞുങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. മുതിർന്നവരുടെ എല്ലാ പ്രവൃത്തികളുടെയും നന്മയും തിന്മയുടെ പ്രത്യാഘാതവും കുഞ്ഞുങ്ങളാണ് അനുഭവിക്കേണ്ടുന്നത്. കുഞ്ഞു മനസ്സുകൾ ആശ്രയിക്കേണ്ടുന്നത് ദൈവത്തെ തന്നെയാണ്. ഇളം പ്രായത്തിൽ എളിമയോടെ വിശുദ്ധിയോടെ വളരാൻ ക്രിസ്മസ് ഉദ്ബോധിപ്പിക്കുന്നു. യേശു പറഞ്ഞത് കുഞ്ഞുങ്ങളെ തടയരുതെന്നും അരികിലേക്ക് വിടാനുമാണ്. യേശുവിനെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഈ ക്രിസ്മസ് നമ്മെ സദാ ഓർമ്മപ്പെടുത്തട്ടെ. നന്ദി, നമസ്കാരം.